ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഐറ്റത്തിന് വെറും 2 സ്റ്റെപ്പ് മാത്രമാണുള്ളത്. സ്റ്റിച്ചിങ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് പോലും ഇത് സിമ്പിളായി ചെയ്യാൻ പറ്റും. പഴയ ഒരു തുണിസഞ്ചി വേണം, അല്ലെങ്കിൽ അരിച്ചാക്കായാലും മതി. അത് നല്ല ചതുരത്തിൽ വെട്ടിയെടുക്കുക. എന്നിട്ട് അതിൽ ഒരു കട്ട് പീസ് പഴയ ഒരു തുണി ജോയിൻ ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് 3 ഇഞ്ച് വീതിയിലുള്ള കട്ട് പീസുകളാണ്, കോട്ടൺ കട്ട് പീസുകൾ. കട്ട് പീസ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട, പഴയ സാരിയോ പഴയ നൈറ്റിയോ വല്ലതും മതി. അത് 3 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അതും നല്ല നീളം വേണം. ലെങ്ത് ആക്കി നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അത് ജോയിൻ ചെയ്തെടുക്കാം. ഇത് ചെയ്യുന്നത് കുറച്ച് മെനക്കെടുള്ള പരിപാടിയാണ്, എങ്കിലും നമുക്ക് സ്റ്റിച്ചിങ്ങിൽ പെർഫെക്ഷൻ വരാൻ ഇത് സഹായിക്കും. പിന്നെ നമുക്കൊരു വരുമാനം നേടിത്തരാനും ഇത് സഹായിക്കും. 3 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത പീസുകളെല്ലാം ജോയിൻ ചെയ്ത് നല്ല നീളത്തിലാക്കി എടുക്കുക. ഇനി ആ നീളത്തിലുള്ള പീസിനെ 2ആയി മടക്കി അത് നേരെ 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ സ്റ്റിച്ച് ചെയ്യുക. ഒരുപാട് മുതൽ മുടക്കില്ലാതെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഒരു വരുമാനം കണ്ടെത്താം. നമ്മൾ തയ്യൽ പഠിച്ചു തുടങ്ങുന്ന സമയം തൊട്ടേ എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, എപ്പോഴാണ് ഇതൊക്കെ പഠിച്ചു തീരുന്നത്? എപ്പോഴാണ് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത്? തയ്യൽ ക്ലാസ്സിൽ പോകുന്ന സമയത്തോടൊപ്പം തന്നെ വീട്ടിൽ വന്നുകൊണ്ട് ഇതേപോലത്തെ ഐറ്റംസ് ചെയ്ത് നമുക്ക് ബസ് കൂലിക്കുള്ള വരുമാനമെങ്കിലും ഉണ്ടാക്കാം. കൈ നിറയെ നമുക്ക് സമ്പാദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇത് വെച്ച്. എന്നാലും നമ്മൾ ഒരു ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും കുറച്ച് വരുമാനമെങ്കിലും ഒപ്പിച്ചെടുക്കാൻ പറ്റും. പണ്ടൊരു മഹാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിശബ്ദതയിൽ കഠിനാധ്വാനം ചെയ്യുക, നിങ്ങളുടെ വിജയം ശബ്ദമായിരിക്കട്ടെ എന്ന്. അത് നമുക്കിപ്പോൾ ഇതിൽ യൂസ് ചെയ്യാം. നമ്മൾ കൂടുതലായി തയ്ച്ച് മാത്രമേ നമുക്ക് പെർഫെക്ഷൻ കിട്ടൂ. ഇതിൽ ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് ഇതേപോലുള്ള വേസ്റ്റ് തുണികൾ കൊണ്ടുള്ള വീഡിയോസാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ. നീളത്തിലുള്ള ആ പീസ് നമ്മൾ തുണിസഞ്ചിയുടെ ബോർഡറായിട്ട് 4 സൈഡിലും സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു കോൺ പോലെ വരും സൈഡിൽ. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ച്, നല്ല പെർഫെക്ഷനൊന്നും വേണ്ട, ആദ്യമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഇതിലെ കോൺ ഷേപ്പ് എങ്ങനെയാണെന്ന് നമ്മൾ തയ്ച്ച് നമുക്ക് ഇത് നെക്ക് ഡിസൈനിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ തയ്ച്ച് വെച്ച് പെർഫെക്ഷൻ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും നല്ല വൃത്തിയായിട്ട് കിട്ടും. നമ്മൾ ചെയ്ത് വീട്ടിലിടുന്നത് കണ്ടിട്ട് ഗസ്റ്റുകൾ വരുമ്പോൾ അവർ ചോദിച്ച് നമുക്ക് അവർക്ക് കൊടുത്ത് സെല്ല് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് സെല്ല് ചെയ്ത് അതിൽ നിന്നും ചെറിയൊരു വരുമാനം നേടാം. ഷോപ്പുകളിൽ നല്ല ഡിമാൻഡുള്ള ഐറ്റമാണിത്. ഇനി നമ്മൾ ഈ ബോർഡറിന് ചുറ്റും പതിച്ചടിക്കണം, ഇളകി വരാതിരിക്കാൻ. വണ്ടിയുടെ ആക്സിലേറ്റർ കൺട്രോൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ തയ്യൽ മെഷീൻ്റെ പെഡലും കൺട്രോൾ ചെയ്യേണ്ടത്. അത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കാൻ എളുപ്പമായിരിക്കും, എന്നാൽ സ്പീഡ് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഐറ്റംസൊക്കെ ചെയ്ത് പഠിക്കണം. നമ്മൾ ആദ്യമായിട്ട് തയ്യൽ ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്കും അവിടെ പഠിപ്പിക്കുന്നത് പാൻറ്റീസ്, പെറ്റിക്കോട്ട് അങ്ങനത്തെ ഐറ്റംസാണ്. പക്ഷേ വീട്ടിലാർക്കെങ്കിലും വയ്യായ്മയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ പോവില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ പഠിച്ചത് മറന്നു പോകും. വീണ്ടും അത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റംസ് പഠിക്കാൻ ഒരുപാട് കാലതാമസം എടുക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചെറിയ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ഇതേ ഉള്ളൂ ഒരു വഴി. ഞാൻ പറഞ്ഞതിൽ തെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. ഇനി 3 ഇഞ്ച് വീതിയുള്ള പീസ് എടുത്ത് നമ്മൾ നടുക്ക് ഇവിടെ മടക്കി 2ആയി മടക്കി ഇതേപോലെ ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. അത് വേഗം നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും. അത് ആദ്യമേ ഇച്ചിരി പാടായിരിക്കും. ഇത് നമ്മൾ ഇപ്പോഴത്തെ പുതിയ ഡിസൈൻ ഫ്രോക്കിലും നമ്മൾ ചില ചുരിദാറുകളിലും ഒക്കെ നെക്ക് ഡിസൈനിൽ കാണിക്കുന്നതാണ്. അത് നമ്മൾ ചെറിയ പ്ലേറ്റാക്കി ഇത്രയും ചെയ്തെടുക്കുക. ഇനി സിമ്പിളാണ്. ഇനി ബോർഡർ വഴി ഈ ബോർഡറിൻ്റെ അടുത്ത് വെച്ചിട്ട് ഓരോ കളറ്, അതായത് നിങ്ങളുടെ കയ്യിൽ നൈറ്റിയാണ് ഇങ്ങനെ എടുത്തതെങ്കിൽ അത് എല്ലാം ഒരു സെയിം കളറായിരിക്കും. ഇത് ഓരോ കളറായിട്ടാണ് ഞാൻ എടുത്തത്. അത് ഇതേപോലെ അടിച്ച് ചേർത്ത് ഒരു സ്റ്റിച്ച് മതി, അടിച്ച് ചേർത്ത് വളച്ച് കൊണ്ടുവരിക. വീണ്ടും ഓരോ കോണെത്തുമ്പോഴും വളയ്ക്കുക.
വളച്ച് കൊണ്ടുവരിക. വീണ്ടും വളച്ച് കൊണ്ടുവന്ന് ഇത് നമ്മൾ നെക്ക് ഡിസൈനിൽ യു നെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വളവ് വരത്തില്ലേ, വളവ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ചെയ്ത് പെർഫെക്ഷൻ വരുത്തി കഴിഞ്ഞാൽ ചുരിദാറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തെറ്റ് വരത്തില്ല. ചുരിദാറിൻ്റെ നെക്ക് അടിക്കുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റായിട്ട് വരും. ഇനി അടുത്ത കളറ് ഇതുപോലെ തന്നെ അതിൻ്റെ ആ പീസിനോട് ചേർത്ത്, അതായത് അതിൻ്റെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ഇതുപോലെ അടിക്കുക. വളച്ച് കൊണ്ടുവന്ന് അടിക്കണം. ഇങ്ങനെ ഓരോ കളറും നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഇത് അടിച്ച് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. ഞാനിനി പറയാം, ഇതൊരു ചവിട്ടിയാണ്. ഇത് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാം. ഇത് ഇങ്ങനെ ചെയ്ത് അടുത്ത കളർ എടുത്തിട്ട് അടിക്കുക. ഞാൻ കുറച്ച് സമയമെടുത്തു. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഓരോ കളറും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ അടിച്ച് വരുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും ലെങ്ത് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം ഒരേ കളറാണെങ്കിൽ കുഴപ്പമില്ല, നല്ല ലെങ്തിനെടുത്തിട്ട് വെട്ടി നമുക്ക് ചെയ്യാം. പക്ഷേ ഭംഗി അത്രയ്ക്ക് കാണില്ല. ഇത് നമ്മൾ ഓരോ കളർ എടുക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ച് ഭംഗി കിട്ടും. ഇങ്ങനെ ഓരോ കളർ അടിച്ചടിച്ചടിച്ച് അവസാനം ഫിനിഷ് ചെയ്യാൻ വേണ്ടി നടുക്ക് ഒരു ചതുരത്തിൽ കാണും. അപ്പോൾ ചതുരത്തിലൊരു പീസ് എടുത്തിട്ട് അത് നമ്മൾ അതും 3 ഇഞ്ച് തന്നെ എടുക്കുക. എന്നിട്ട് നടുക്കൂടെ ഒന്ന് ചതുരത്തിൽ അടിച്ച് ചേർക്കുക. തയ്യൽ തുമ്പ് അതായത് അകത്തോട്ട് കയറ്റണം. അതിൻ്റെ നൂലെല്ലാം പൊങ്ങി വരുന്ന ഭാഗം അകത്തോട്ട് കയറ്റിയിട്ട് ചതുരത്തിൽ അടിച്ചെടുക്കുക. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് നമുക്ക് ചെറിയ രീതിയിലും ചെയ്യാം, വലിയ രീതിയിലും ചെയ്യാം. പക്ഷേ നമുക്കിത് യൂസ് ചെയ്യണമെങ്കിൽ ചെറിയ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്, വലിയ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചവിട്ടിയായിട്ട് യൂസ് ചെയ്യാം. ഇത് തെന്നി വീഴാതിരിക്കാൻ വേണ്ടിയാണ് താഴെ നമ്മൾ തുണിസഞ്ചി വെച്ചിരിക്കുന്നത്. അല്ലാതെ നമുക്ക് റബ്ബർ മാറ്റ് കൊണ്ടും ചെയ്യാം. റബ്ബർ മാറ്റ് ഉണ്ടല്ലോ, അത് താഴെ വെച്ച് അപ്പോൾ ഒട്ടിക്കിടക്കും ചവിട്ടി. അതൊക്കെ നമുക്ക് ചിലവ് കൂടിയ ഇതാണ്. നമുക്ക് ചിലവ് ചുരുക്കി ഇതെങ്ങനെ ചെയ്യാമെന്നാണ് നോക്കിയത്. നമ്മൾ അരി വാങ്ങിക്കുന്ന ചാക്കില്ലേ, 5 കിലോയുടെ അരി വാങ്ങിക്കുന്ന ചാക്ക്, അതും ഇതേപോലെ പീസാക്കിയിട്ട് അടിയിൽ വെച്ചാൽ നമുക്ക് ചെയ്യാം. വലിയ ചാക്ക് പീസാക്കി 2-3 എണ്ണം ചെയ്യാം. ഇതെല്ലാം ലൈനിങ് പീസിൻ്റെ ബാക്കി വന്ന തുണികളാണ്. അതെല്ലാം ഞാൻ 3 ഇഞ്ച് വെച്ച് കണക്ട് ചെയ്ത് എടുത്തതാണ്. 3 ഇഞ്ച് വീതിയിൽ നല്ല ലെങ്ത് വേണമായിരുന്നു. അങ്ങനെ ഇത് ജോയിൻ ചെയ്ത് എടുത്തതാണ്. ഇത് നമ്മൾ ലെങ്ത് വേണമെന്ന് വെച്ചാൽ ഈ പ്ലീറ്റ് എടുക്കുമ്പോഴത്തേക്കും നമ്മളെടുത്ത ലെങ്ത് വീണ്ടും കുറയുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല ലെങ്ത് വേണം. ഇത് കഴിഞ്ഞു. ഇനി നടുക്ക് നല്ല എറിച്ച് നിൽക്കുന്ന കളർ, അത് ചുവപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ലൈനിങ് പീസ് തന്നെയാണ്. ഇങ്ങനെ മടക്കി അടിക്കണം. അകത്തോട്ട് മടക്കി ചേർത്ത് വെച്ചിട്ട് അടിച്ച് ചതുരത്തിൽ അടിച്ചെടുക്കണം. കഴിഞ്ഞു. ചവിട്ട് റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.